ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അഗെയിൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. മുന്നത്തെ റീഡിങ്സിൽ അതിൻ്റെ റെഗുലേഷൻസ് കറക്റ്റായിട്ടുണ്ട്, പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് വരുമെങ്കിൽ മാത്രമേ റെസനേഷൻ സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷഫ്ലിംഗ് കാണുക. അത് ഇതാക്കി വരുന്നവരോട് എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഷഫ്ലിംഗ് കാണുക. നമ്മളിത് വെറുതെ തമാശയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. ഇതിനനുസരിച്ച് ഫുൾ ഇൻപുട്ടും കൊടുത്തിട്ട് നിങ്ങൾ കണ്ടാലേ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് സംഭവിക്കുള്ളൂ.
പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ പ്ലീസ്. എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ. പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ പ്ലീസ്. എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുന്നത്തെ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്നറിയോ? തല്ലൂട്ടവും വഴക്കും അടിയും പിടിയും ബഹളം മയം. അതാണിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എപ്പോൾ നോക്കിയാലും വഴക്ക്, എപ്പോൾ നോക്കിയാലും ബഹളം, എപ്പോൾ നോക്കിയാലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ത്രോട്ട് ചക്ര, 2 പേരുടെയും ത്രോട്ട് ചക്ര ഈസ് ഡേഞ്ചർ സിറ്റുവേഷൻ ആവും. നിങ്ങൾ 2 പേരും പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം പക്വമായിട്ടാണ് പറയുന്നതെന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾ എത്രമാത്രം മെച്യൂരിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ട സമയമാണ്. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ വായിൽ നിന്ന് വീണ് പോയ വാക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. എത്ര സോറി പറഞ്ഞാലും, അത് ഞാൻ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാലും അത് പോവില്ല. ഇപ്പോഴത്തെ ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ വായി നിറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറയും അത് ഞാൻ തിരിച്ചെടുത്തു, മായ്ച്ച് കളഞ്ഞു. അങ്ങനെ മായ്ച്ച് കളയാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യം? ആ പറഞ്ഞു പോയി ആ കേട്ട വ്യക്തിക്ക് എത്രമാത്രം സോറി പറഞ്ഞ് കാല് പിടിച്ചാലും ആ കേട്ട വ്യക്തിക്ക് ആ സമയത്ത് മുഖത്ത് തുപ്പിയിട്ടു നമ്മൾ, എന്നിട്ട് നിങ്ങൾ സോറി പോയി പറയാണ്. വല്ല കാര്യമുണ്ടോ? ആ വ്യക്തി ആ സമയം അനുഭവിച്ച അറപ്പും വെറുപ്പും അപമാനവും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, ചില നേരത്ത് നമ്മുടെ വായിൽ നിന്ന് വീണ് പോകുന്ന വാക്കുകൾ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തൊന്നും പറയാതിരിക്കുക, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എത്രമാത്രം നിങ്ങൾ കൺട്രോളിങ് പേഴ്സൺ ആവാൻ പറ്റുമോ അത്രയും മാത്രം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കും കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ അങ്ങ് സംസാരിച്ച് വന്നെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും തിരിച്ച് തല്ലൂടി ഇതായി പോകുന്ന ഒരവസ്ഥ. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്, വളരെ സ്ട്രെങ്ത്തുള്ള. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എത്രയൊക്കെ തല്ലുകൂടി പിരിഞ്ഞാലും എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഒരു കൊളുത്തുപോലെ ഇത് കെടുക്കും. എത്ര നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലും കുറേ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇയാളുടെ ഒരു കോള് മതി നിങ്ങൾ വീണ്ടും പഴയ പോലെ ആവാനായിട്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ അത്രയും മാത്രം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും മാത്രം ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്കൊരിക്കലും അതിന് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയ്ക്കും പ്രഷ്യസാണ്. അതുമാത്രമല്ല, ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പരിഗണന, ആ ഒരു കെയറിങ്, ആ ഒരു സപ്പോർട്ട്, അതെല്ലാം തന്നെയും അത് നിങ്ങൾക്ക് വേറെ ഇവിടെ നിന്നൊന്നും കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് നല്ല ആത്മബോധ്യമുണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത കാര്യങ്ങളും അനുഭവിക്കാത്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിഞ്ഞത് ഈ വ്യക്തിയിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഒരിക്കലും ഒഴിവാക്കി നിർത്താനോ മാറ്റി നിർത്താനോ പറ്റില്ല. എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഈ വ്യക്തിയില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ഞാൻ ഷുവർ പറയുകയാണ്, ഈ വ്യക്തിയില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആൻഡ് തിരിച്ചും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ തമ്മിൽ വഴക്കുകളുണ്ടാവാം, തല്ലൂട്ടങ്ങളുണ്ടാവാം, കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാം, ബ്ലോക്ക് ചെയ്യാം, ചിലപ്പോൾ മുഖത്ത് വരെ അടിച്ചിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയവരുണ്ട്. തല്ലൂടി എന്തോ 1-2 പറഞ്ഞ് അടിയായവരുണ്ട്. പക്ഷേ നിങ്ങളെ പിരിഞ്ഞു പോകാൻ അവർക്ക് പറ്റത്തില്ല. അവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ പേരിൽ വിഷമിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. അയ്യോ, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു പോയത് എന്നാലോചിച്ചിട്ട് വരെ സങ്കടപ്പെടുന്നവരുണ്ട്. സോ നിങ്ങൾ ചിന്തിക്കുക, എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാനിത് പറയാൻ പാടുള്ളതാണോ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലോകമാണ്. മഴവില്ല് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെയാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്നവരാണ്. നിങ്ങളുടെ സോൾമേറ്റാണോ. നിങ്ങൾ ഒരിക്കലും പിരിയേണ്ട ആളുകളല്ല. നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിൻ്റെ കൺഫർമേഷൻ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് ബ്രേക്കായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് എഗെയിൻ കൂടിച്ചേരുന്നു. പല്ലിയുടെ വാല് മുറിഞ്ഞു പോയാൽ പല്ലി ജീവിക്കില്ല എന്ന വിചാരം. പല്ലിയുടെ വാല് വീണ്ടും വളർന്നു വരും. അതുപോലെ നിങ്ങൾ പട്ടിയുടെ വാല് എത്ര നാൾ കുഴലിലിട്ടാലും നിങ്ങൾ നന്നാവില്ലെന്ന് പറയണ പോലെ അവരുടെ സ്നേഹം വീണ്ടും വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളും അവരും തമ്മിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ഫിസിക്കൽ കണക്ഷൻ ഉണ്ട്. അതായത് മറ്റൊരു രീതിയിലും അല്ല. നിങ്ങൾ തമ്മിലുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും അടുത്തിരിക്കുമ്പം, കൈ പിടിക്കുമ്പം, ചേർത്ത് പിടിക്കുമ്പം, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് സാരല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുമ്പം നിങ്ങൾക്ക് വരുന്ന എനർജി, സ്ട്രെങ്ത്ത്, ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല. മറ്റെവിടെ നിന്നും ഇതുവരെയും നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഇനി എവിടെയെങ്കിലും കിട്ടുന്ന വരത്തോളം അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്കും വൈബ്രേഷനുള്ള ആൾ വേറെ ഇല്ല നിങ്ങൾക്ക് അത്രയും മാച്ചുള്ള ഒരാൾ. അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ മാറി നിൽക്കുകയാണ്, എന്തെങ്കിലും കാര്യത്തിൽ വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചോളുക, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉടനെ തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കും. കാരണം ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഇപ്പം നിങ്ങൾ കോണ്ടാക്ട്ലെസ് ആണെങ്കിൽ പോലും ഈ വ്യക്തി വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്തിരിക്കുന്നത്, നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്, നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ ബസ്സിൽ പോകുന്നത്. നിങ്ങൾ ബസ്സിൽ പോകുന്ന എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ്സിൽ പോകുന്ന ഓരോ ഇതുവരെ അവർ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഒരു സാമീപ്യം, നിങ്ങളുടെ ഒരു സ്പർശനം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയറിങ്, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ മാജീഷ്യൻ പവർ വെച്ചിട്ട് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു സിനിമ കാണുന്ന, ഒരു മൂവി കാണുന്ന പോലെ അവരത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. സോ അവർക്കത് മറക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാൽ അവർക്കത് മറക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇതിൽ റെസനേറ്റ് ആവുന്നവർ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മുടെ 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.